ശാന്തി. 20/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയിൽ നിന്നും ഭക്തിയുടെ ഫലം നേടുവാൻ വന്നിരിക്കുന്നു. ആര് കൂടുതൽ ഭക്തി ചെയ്തിട്ടുണ്ടാകുമോ അവർ തന്നെയാണ് ജ്ഞാനത്തിൽ മുന്നോട്ടു പോകുന്നത്. ചോദ്യം: സത്യയുഗി രാജ്യത്തിൽ ഉണ്ടായിരിക്കാത്ത ഏത് 2 കാര്യങ്ങളുടെ ആവശ്യം കലിയുഗി രാജ്യത്തിലുണ്ട്? ഉത്തരം: കലിയുഗി രാജ്യത്തിൽ മന്ത്രിയുടെയും ഗുരുവിൻ്റെയും ആവശ്യമുണ്ട്. സത്യയുഗത്തിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കുകയില്ല. അവിടെ ആരുടെയെങ്കിലും അഭിപ്രായം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സത്യയുഗി രാജ്യം സംഗമത്തിൽ ബാബയുടെ ശ്രീമത്തിലൂടെയാണ് സ്ഥാപിതമാകുന്നത്. 21 തലമുറ വരെ തുടരുകയും എല്ലാവരും സദ്ഗതിയിൽ ആയിരിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ശ്രീമത്ത് ലഭിക്കുന്നു. അതിനാൽ ഗുരുവിൻ്റെയും ആവശ്യമില്ല. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം എന്താണ്? സ്വധർമ്മത്തിലിരിക്കൂ, അല്ലെങ്കിൽ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കൂ. അപ്പോൾ ശാന്തിയിലിരിക്കും. ഇതിനെയാണ് സ്വധർമ്മത്തിലിരിക്കുക എന്ന് പറയുന്നത്. ഭഗവാൻ വാച സ്വധർമ്മത്തിലിരിക്കൂ. ഇപ്പോൾ നിങ്ങളെ പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത പഠനം പഠിപ്പിക്കുന്നു. കാരണം ബാബ പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. പഠനത്തിലൂടെ സുഖം ലഭിക്കുന്നുവല്ലോ. ഇപ്പോൾ ബാബു പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കൂ. പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുന്നു നിങ്ങളെ വജ്രതുല്യമാക്കുവാൻ. വജ്രതുല്യം ദേവീ ദേവതമാർ തന്നെയാണ്. അതെപ്പോഴാണ് ആകുന്നത്? ഇത്രയും ഉയർന്ന പുരുഷോത്തമർ എങ്ങനെയായി? ഇത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികൾ നിങ്ങൾ ബ്രാഹ്മണരാണ്. പിന്നെ നിങ്ങൾക്ക് ദേവത ആകേണ്ടതുണ്ട്. ബ്രാഹ്മണർക്ക് കുടുംബിയുണ്ട്. നിങ്ങൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ ആയിരിക്കുന്നു. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലിയാണ്. കുഖവംശാവലി അഥവാ ഗർഭവംശാവലി അല്ല. കലിയുഗത്തിൽ എല്ലാവരും കുഖവംശാവലിയാണ്. സാധു സന്യാസിമാർ, ഋഷി, മുനി തുടങ്ങി എല്ലാവരും ദ്വാപരം മുതൽ കുഖവംശാവലിയാണ് ആയത്. ഇപ്പോൾ കേവലം പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ ആയ നിങ്ങൾ തന്നെയാണ് മുഖവംശാവലി ആയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ സർവോത്തമ കുലമാണ്. ദേവതമാരെക്കാളും ഉത്തമമാണ്. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്ന ബാബ വന്നിരിക്കുകയാണ്. കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കാരണം ഭക്തിമാർഗത്തിലുള്ളവർ ഇവിടെ വരുന്നതേയില്ല. ഇവിടെ വരുന്നത് ജ്ഞാനമാർഗത്തിലുള്ളവരാണ്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ഭക്തിയുടെ ഫലം നേടുവാൻ വരുന്നു. ഇപ്പോൾ ഭക്തിയുടെ ഫലം ആരായിരിക്കും നേടുക? ആര് ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തിട്ടുണ്ടാകുമോ അവർ തന്നെയാണ് കല്ലിൽ നിന്നും പവിഴ ബുദ്ധിയാകുന്നത്. അവർ തന്നെയാണ് വന്ന് ജ്ഞാനം എടുക്കുന്നത്. കാരണം ഭക്തിയുടെ ഫലം ഭഗവാന് തന്നെ വന്ന് നൽകേണ്ടതുണ്ട്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കലിയുഗിയിൽ നിന്നും സത്യയുഗി, വികാരിയിൽ നിന്നും നിർവികാരിയാകുന്നു അഥവാ പുരുഷോത്തമം ആകുന്നു. നിങ്ങൾ വന്നിരിക്കുകയാണ് ഇങ്ങനെ ലക്ഷ്മി നാരായണനെ പോലെ ആകുന്നതിനു വേണ്ടി. ഇവർ ഭഗവാൻ ഭഗവതിയാണ്. അപ്പോൾ തീർച്ചയായും ഇവരെ ഭഗവാൻ തന്നെയായിരിക്കും പഠിപ്പിക്കുക. ഭഗവാൻ വാച. എന്നാൽ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? ഭഗവാൻ ഒന്നേ ഉള്ളൂ. ഭഗവാൻ 100 കണക്കിനോ 1000 കണക്കിനോ ഇല്ല. മണ്ണിലും കല്ലിലുമല്ല ഉള്ളത്. ബാബയെ അറിയാത്തത് കാരണം ഭാരതം എത്ര ദരിദ്രമായിരിക്കുന്നു. ഇപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട്. ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജധാനി ഉണ്ടായിരുന്നു. ഇവർക്കുണ്ടായിരുന്ന കുട്ടികളും മറ്റും രാജധാനിയുടെ അധികാരിയായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ രാജധാനിയുടെ അധികാരി ആകുവാനാണ്. ഇത് ഇപ്പോഴില്ലല്ലോ. ഭാരതത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എപ്പോഴാണോ ഈ ദേവീ ദേവതമാരുടെ രാജധാനി ഉണ്ടായിരുന്നത്,
സൂര്യവംശിയും ചന്ദ്രവംശിയും ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് മറ്റെല്ലാ ധർമ്മങ്ങളുമുണ്ട്, ഈ ധർമ്മമില്ല. ഇത് ഫൗണ്ടേഷനാണ്. ഇതിനെ തായ്തടി എന്ന് പറയുന്നു. ഈ സമയത്ത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ തായ്തടി മുഴുവനും ജീർണിച്ചു പോയി. ബാക്കിയെല്ലാം നിൽക്കുകയാണ്. ഇപ്പോൾ അവയെല്ലാത്തിൻ്റെ ആയുസ് പൂർത്തിയാകുന്നു. ഇത് മനുഷ്യ സൃഷ്ടിയാകുന്ന വെറൈറ്റി വൃക്ഷമാണ്. അതിന് അനേകം നാമരൂപ ദേശകാലങ്ങളുണ്ടല്ലോ. എത്ര വലിയ വൃക്ഷമാണ്! ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ഈ വൃക്ഷം ജീർണിച്ചതും തമോ പ്രധാനവുമാകുന്നു. അപ്പോൾ പിന്നെ ഞാൻ വരുന്നു, നിങ്ങൾ എന്നെ വിളിക്കുന്നു, ബാബ വരൂ, പതിതരായ നമ്മളെ വന്ന് പാവനമാക്കൂ, ഹേ പതീത പാവന എന്ന് പറയുന്നു. അപ്പോൾ നിരാകാരനായ ബാബ തന്നെയാണ് ഓർമ്മ വരുന്നത്. സാകാരി ഒരിക്കലും ഓർമ്മ വരില്ല. പതീത പാവനും സദ്ഗതി ദാതാവും ഒന്ന് തന്നെയാണ്. എപ്പോഴാണോ സത്യയുഗമായിരുന്നത് അപ്പോൾ നിങ്ങളുടെ സദ്ഗതിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവരും കലിയുഗത്തിലാണ്. നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഉത്തമത്തിലും ഉത്തമ പുരുഷൻ അഥവാ ഉയർന്നതിലും ഉയർന്നത് എന്ന് പാടപ്പെടുന്നത് ഒരു ഭഗവാനാണ്. നിന്റെ നാമം ഉയർന്നത്, നിന്റെ ധാമം ഉയർന്നത്. ഉയർന്നതിലും ഉയർന്ന പരംധാമത്തിൽ വസിക്കുന്നുവല്ലോ. ഇത് വളരെ സഹജമായി മനസ്സിലാക്കേണ്ടതാണ്. സത്യയുഗം, ത്രേത, ദ്വാപരം, കലിയുഗം, പിന്നെ സംഗമയുഗം. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഡ്രാമയിൽ ഈ ഭക്തിമാർഗവും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ബാബ പിന്നെ ഈ ഭക്തിമാർഗം എന്തിനുണ്ടാക്കി എന്ന് പറയാൻ സാധിക്കില്ല. ഇത് അനാദിയാണ്. ഞാനിരുന്ന് നിങ്ങൾക്ക് ഈ ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ഞാനാണ് ഉണ്ടാക്കിയതെങ്കിൽ പിന്നെ എപ്പോൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞേനെ. ബാബു പറയുന്നു, ഇത് അനാദിയാണ്. തുടക്കം എപ്പോഴുണ്ടായി എന്ന ചോദ്യമേ വരിക സാധ്യമല്ല. അഥവാ ഇന്ന സമയത്ത് തുടങ്ങി എന്ന് പറയുകയാണെങ്കിൽ എപ്പോൾ അവസാനിക്കും എന്ന് പറഞ്ഞേനെ. എന്നാൽ അങ്ങനെയല്ല. ഈ ചക്രം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ബ്രഹ്മ, വിഷ്ണു, ശങ്കറിൻ്റെ ചിത്രവും ഉണ്ടാക്കുന്നു. ഇത് ദേവതമാരാണ്. ത്രിമൂർത്തിയെ കാണിക്കുന്നു. അതിൽ ഉയർന്നതിലും ഉയർന്ന ശിവനെ കാണിക്കുന്നില്ല. ആ ഒന്നിനെ പ്രത്യേകമാക്കുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തൻ്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. രാജധാനിയിൽ എല്ലാ പ്രകാരത്തിലുമുള്ള പദവികളുണ്ട്. പ്രസിഡൻ്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്. ഇവരെല്ലാം നിർദ്ദേശങ്ങൾ നൽകുന്നവരാണ്. സത്യയുഗത്തിൽ നിർദ്ദേശം നൽകുന്ന ആരും ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊരു നിർദ്ദേശം അഥവാ ശ്രീമത് ലഭിക്കുന്നോ അത് അവിനാശിയായി മാറുന്നു. ഇപ്പോൾ നോക്കൂ, എത്ര നിർദ്ദേശം നൽകുന്നവരുണ്ട്! അനേകമുണ്ട്. പൈസ ചിലവഴിച്ച് മിനിസ്റ്ററും മറ്റും ആകുന്നു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി. ഗവൺമെൻറ്റും സ്വയം പറയുന്നു ഇവർ കറപ്റ്റീവ്, അഴിമതിക്കാരാണ് എന്ന്. വളരെയധികം കൈക്കലാക്കുന്നു. ഇത് കലിയുഗമാണ്. അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നില്ല. മന്ത്രിയുടെയോ മറ്റോ ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. ഈ മതം 21 ജന്മത്തേക്ക് തുടരുന്നു. നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. അവിടെയാണെങ്കിൽ ഗുരുവിൻ്റെയും ആവശ്യമില്ല. സത്യയുഗത്തിൽ ഗുരുവുമില്ല, മന്ത്രിയുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീമതി ലഭിക്കുന്നു. അവിനാശിയായത് 21 തലമുറകൾക്ക് വേണ്ടി, 21 വാർദ്ധക്യ അവസ്ഥ വരെയും. വൃദ്ധരായ ശേഷം ശരീരം ഉപേക്ഷിച്ച് പോയി കുട്ടിയാകും. സർപ്പം ഒരു പടം പൊഴിച്ച് പിന്നെ മറ്റൊന്ന് എടുക്കുന്നത് പോലെ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബ്രാഹ്മണികളാണ്. ഗ്രന്ഥത്തിലും എല്ലാവരും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നു. വിസർജ്യം വീണ വസ്ത്രങ്ങളെ കഴുകിയതായി. ഭഗവാനെ വിളിക്കുന്നു, വന്ന് നമ്മൾ ആത്മാക്കളുടെ വിസർജ്യം വീണ വസ്ത്രത്തെ കഴുകൂ. നമ്മളെല്ലാ ആത്മാക്കളുടെയും ബാബ വന്ന് നമ്മുടെ വസ്ത്രം വൃത്തിയാക്കൂ.
ശരീരം കഴുകേണ്ടതില്ല, ആത്മാക്കളെയാണ് കഴുകേണ്ടത്. കാരണം ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. പതീത ആത്മാക്കളെ വന്ന് പാവനമാക്കൂ. അപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, എനിക്ക് ഇവിടെ വരേണ്ടി വരുന്നു. ഞാൻ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം, പവിത്രതയുടെ സാഗരം. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്തെടുക്കുന്നു. പരിധിയുള്ള പിതാവിൽ നിന്നും പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. പരിധിയുള്ള സമ്പത്തിൽ വളരെയധികം ദുഃഖമുണ്ട്. അതിനാൽ ബാബയെ ഓർമ്മിക്കുന്നു. അളവറ്റ ദുഃഖമാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, ഈ 5 വികാരങ്ങളാകുന്ന രാവണൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇത് ആദ്യമധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. ഹേ മധുരമായ കുട്ടികളെ, അഥവാ ഈ ജന്മത്തിൽ ബ്രാഹ്മണനായി കാമത്തിൻ്റെ മേൽ ജയം നേടിയെങ്കിൽ ജഗത് ജീത്താകും. നിങ്ങൾ പവിത്രത ധാരണ ചെയ്യുന്നു ദേവതയാകുന്നതിനായി. നിങ്ങൾ വന്നിരിക്കുകയാണ് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുവാൻ. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ പുരുഷാർത്ഥം ചെയ്ത് പാവനം ആകേണ്ടതുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിൽ സൂര്യവംശി ചന്ദ്രവംശി കുലത്തിലെ എത്ര പേർ പാവനം ആയിട്ടുണ്ടായിരുന്നോ അവർ തീർച്ചയായും ആകും. ടൈം എടുക്കുന്നുവല്ലോ. ബാബ വളരെ സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. ഇപ്പോൾ ബാബയുടെ കുട്ടികൾ ആയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ആരുടെ അടുക്കൽ വന്നിരിക്കുന്നു? ആ ഒന്ന് നിരാകാരമാണ്. ആ ഒന്ന് ഈ ശരീരത്തെ ലോൺ എടുത്തിരിക്കുകയാണ്. ആ ഒന്ന് സ്വയം പറയുന്നു, ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെയും അന്തിമ ജന്മമാണ്. അപ്പോൾ ഇതായി ഏറ്റവും അധികം പഴയ ശരീരം. ഞാൻ വരുന്നത് തന്നെ പഴയ രാവണൻ്റെ ആസുരീയ ലോകത്തിലാണ്. പിന്നെ ആരാണോ തൻ്റെ ജന്മങ്ങളെ അറിയാത്തത് ആ ഒന്നിൻ്റെ ശരീരത്തിൽ വരുന്നു. ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ഇദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയായിരിക്കുമ്പോൾ ഞാൻ പ്രവേശിക്കുന്നു. ഗുരുവിനെയും സ്വീകരിക്കാറുള്ളത് എപ്പോഴും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. ഇങ്ങനെ പറയാറുണ്ടല്ലോ, 60 വടി പിടിച്ചു. വീട്ടിൽ കഴിഞ്ഞാൽ കുട്ടികളുടെ വടി കൊള്ളേണ്ടി വരും. അതിനാൽ വീട്ടിൽ നിന്നും ഓടിപ്പോകൂ എന്ന്. കുട്ടികൾ ഇങ്ങനെയാണ്. അവർ പിതാവിനെ വടികൊണ്ട് അടിക്കാനും മടിക്കില്ല. മരിച്ചു പോയെങ്കിൽ ധനം നമുക്ക് ലഭിച്ചേനെ എന്ന് പറയും. വാനപ്രസ്ഥികളുടെ വളരെയധികം സത്സംഗമുണ്ട്. നിങ്ങൾക്കറിയാം, സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. ആ ഒന്ന് സംഗമയുഗത്തിൽ തന്നെയാണ് വരുന്നത്. സത്യയുഗത്തിൽ എപ്പോഴാണോ നിങ്ങൾ സദ്ഗതി നേടുന്നത്, അപ്പോൾ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലിരിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് സർവരുടെയും സദ്ഗതി എന്ന്. ബാബയല്ലാതെ മറ്റാരും സദ്ഗതി ദാതാവ് ആവുക സാധ്യമല്ല. ആരെങ്കിലും ശ്രീ എന്നോ ശ്രീ എന്നോ പറയുവാൻ സാധിക്കില്ല. ശ്രീ എന്നാൽ ശ്രേഷ്ഠമായവർ ദേവതമാരാണ്. അവരെ ശ്രീലക്ഷ്മി, ശ്രീനാരായണൻ എന്ന് പറയുന്നു. അവരെ അങ്ങനെ ആക്കുന്നവനാരാണ്? ശ്രീ എന്ന് ശിവ് ബാബയെ തന്നെയാണ് പറയേണ്ടത്. ബാബ തെറ്റുകൾ തെളിയിച്ചു പറഞ്ഞു തരുന്നു. നിങ്ങൾ ഇത്രയും ഗുരുക്കന്മാരെ സ്വീകരിച്ചു, വീണ്ടും ഇങ്ങനെ തന്നെ നടക്കും. നിങ്ങൾ വീണ്ടും അതേ ഗുരുക്കന്മാരെയും മറ്റും സ്വീകരിക്കും. ചക്രം വീണ്ടും അത് തന്നെ റിപ്പീറ്റാകും. നിങ്ങൾ സ്വർഗത്തിൽ കഴിയുമ്പോൾ അവിടെ സുഖധാമത്തിലാണ്. പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം അവിടെയുണ്ട്. അവിടെ വഴക്കോ മറ്റോ ഉണ്ടാകുന്നില്ല. ബാക്കി ഇത്രയും പേരേവരും ശാന്തിധാമത്തിലേക്ക് പോകുന്നു. സത്യയുഗത്തെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. ബാബ പറയുന്നു, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേ ഇല്ല. ഇത് 5000 വർഷത്തിൻ്റെ കാര്യമാണ്. മനുഷ്യൻ്റേത് 84 ജന്മമാണ് എന്നും പറയുന്നു. ദിനം പ്രതിദിനം ഏണിപ്പടി താഴെ ഇറങ്ങി തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ഡ്രാമയും ഉണ്ടാക്കപ്പെട്ടതാണ്. ആക്ടേഴ്സ് ആയിരിക്കെ ഡ്രാമയുടെ ക്രിയേറ്ററിനെയും ഡയറക്ടറിനെയും മുഖ്യ ആക്ടറിനെയും അറിഞ്ഞില്ല എങ്കിൽ എന്തു പറയും? ബാബ പറയുന്നു, ഈ പരിധിയില്ലാത്ത ഡ്രാമയെ ഒരു മനുഷ്യനും അറിയുന്നില്ല. ഇത് ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു.
ശരീരം എടുത്ത് പാർട്ട് അഭിനയിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നാടകം ആയല്ലോ. നാടകത്തിലെ മുഖ്യ ആക്ടേഴ്സ് ആരാണ്? ആർക്കും പറയുവാൻ സാധിക്കില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട് ഈ പരിധിയില്ലാത്ത ഡ്രാമ എങ്ങനെയാണ് പേനിനെ പോലെ ചലിക്കുന്നത്. ടിക് ടിക് ആയിക്കൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമായതാണ് ഉയർന്നതിലും ഉയർന്ന ബാബ. ആ ഒന്ന് വന്ന് മനസ്സിലാക്കിച്ചു തരികയും ചെയ്യുന്നു. സർവരുടെയും സദ്ഗതിയും ചെയ്യുന്നു. സത്യുഗത്തിൽ മറ്റാരും ഉണ്ടായിരിക്കുന്നില്ല. വളരെ കുറച്ചു പേരാണുള്ളത്. ആ കുറച്ചു പേർ ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തവർ ആയിരിക്കും. ആര് വളരെയധികം ഭക്തി ചെയ്തുവോ അവരായിരിക്കും നിങ്ങളുടെ അടുക്കൽ എക്സിബിഷനിലും മ്യൂസിയത്തിലും വരുന്നത്. ഒരു ശിവന്റെ ഭക്തി ചെയ്യുന്നതിനെയാണ് അവ്യഭിചാരി ഭക്തി എന്ന് പറയുന്നത്. പിന്നെ വളരെ പേരുടെ ഭക്തി ചെയ്ത് വ്യഭിചാരിയാകുന്നു. ഇപ്പോഴാണെങ്കിൽ തീർത്തും തമോ പ്രധാന ഭക്തിയാണ്. ആദ്യം സദോ പ്രധാന ഭക്തിയായിരുന്നു. പിന്നെ പടികൾ ഇറങ്ങി തമോ പ്രധാനമായിരിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ എപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ ബാബ വരുന്നു എല്ലാവരെയും സദോ പ്രധാനം ആക്കുന്നതിനായി. ഈ പരിധിയില്ലാത്ത ഡ്രാമയെയും നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. ശരി, മധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നതിനായി തീർച്ചയായും പാവനമാകണം. ഇപ്പോൾ പവിത്രതയുടെ സമ്പത്ത് നേടൂ, അതായത് കാമജീത്ത് ആകൂ. അപ്പോൾ ജഗത് ജീത്ത് ആകുവാൻ സാധിക്കും. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പഠനം പഠിച്ച് സ്വയം തന്നെ കൗടിയിൽ നിന്നും വജ്രതുല്യമാക്കണം. പരിധിയില്ലാത്ത സുഖം നേടണം. ഈ ലഹരി ഉണ്ടായിരിക്കണം. മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്ന ബാബ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മുടേത് ഈ സർവോത്തമ ബ്രാഹ്മണ കുലമാണ്. വരദാനം: ജ്ഞാനസമ്പന്ന ദാതാവായി സർവ ആത്മാക്കളെയും പ്രതി ശുഭചിന്തകരാകുന്ന ശ്രേഷ്ഠ സേവാധാരിയായി ഭവിക്കട്ടെ. ശുഭചിന്തകൻ ആകുന്നതിൻ്റെ വിശേഷ ആധാരമാണ് ശുഭചിന്തനം. ആരാണോ വ്യർത്ഥചിന്തനം അഥവാ പരചിന്തനം നടത്തുന്നത് അവർക്ക് ശുഭചിന്തകൻ ആകാൻ സാധിക്കില്ല. ശുഭചിന്തകമണികളുടെ അടുക്കൽ ശുഭചിന്തനത്തിൻ്റെ ശക്തിശാലി ഖജനാവ് സദാ നിറഞ്ഞതായിരിക്കും. നിറവ് കാരണം മറ്റുള്ളവരെ പ്രതി ശുഭചിന്തകൻ ആകാൻ സാധിക്കുന്നു. ശുഭചിന്തകൻ എന്നാൽ സർവ ജ്ഞാനരത്നങ്ങൾ കൊണ്ടും നിറഞ്ഞത്. ഇങ്ങനെയുള്ള ജ്ഞാനസമ്പന്ന ദാതാവ് തന്നെയാണ് നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓരോരുത്തരുടെയും സേവനം ചെയ്തുകൊണ്ട് ശ്രേഷ്ഠ സേവാധാരി ആകുന്നത്. സ്ലോഗൻ: വിശ്വരാജ്യ അധികാരി ആകണമെങ്കിൽ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ നിമിത്തമാകൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. പുരിക മധ്യത്തിൽ തിളങ്ങുന്ന അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഞാൻ കേന്ദ്രീകരിക്കുന്നു. ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തത എൻ്റെ നിജ ഗുണമായി ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ
സ്വരൂപത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് അന്തരീക്ഷത്തെ ശാന്തമാക്കുന്നു. എൻ്റെ അവ്യക്ത രൂപം ഞാൻ ധാരണ ചെയ്യുന്നു. പ്രകാശമയ ശരീരത്തിൽ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്വയം അനുഭവിക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. വ്യക്തലോകത്തു നിന്നും വേറിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ സ്വതന്ത്രമാണ്. സർവഭാരരഹിതമാണ്. ഈ ഡബിൾ ലൈറ്റ് അവസ്ഥയിൽ അലൗകിക സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ ഞാൻ അവ്യക്ത ലോകത്തിൽ എത്തിച്ചേരുന്നു. പ്രകാശമയമായ അവ്യക്ത ലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ് ദാദയുടെ വരദാനി ദൃഷ്ടി ആത്മാവിൽ അലൗകിക അനുഭവങ്ങൾ നിറയ്ക്കുന്നു. ഈ അവ്യക്ത കൂടിക്കാഴ്ച എന്നെ സന്തുഷ്ടമണി ആക്കുകയാണ്. എൻ്റെ നിരാകാരി സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ നിരാകാരി ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര സ്വർണ്ണ ചുവന്ന ദിവ്യപ്രകാശം നിറഞ്ഞ ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവബാബയുടെ സ്നേഹസമ്പന്ന ഓർമ്മയിൽ ഞാൻ മഗ്നമാകുന്നു.
പരിശുദ്ധതയുടെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ആത്മീയ സമ്പന്ന സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ സർവ മംഗളകാരിയായ ശിവപിതാവുമായി സംയുക്തമായി പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശ കിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.